യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ചിരു ചിരു എന്താ ചിരു ഞാൻ വിളിച്ചിരുന്നു നീ മിണ്ടാത്തത്? എന്തായാലും തിരിച്ചു വന്നില്ലേ? എന്നോട് ഈ ദേഷ്യം കാണിച്ചിട്ട് നീ എന്ത് നേടാനാ? നിലത്ത് കിടന്ന് ശരീരവേദന ഉണ്ടാക്കണം. ദാ ഈ ബെഡിൽ വന്ന് കിടന്നു. അല്ല, നീ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ ഈ ഭാഗത്ത് അങ്ങനെ ഒതുങ്ങി കിടന്നോളാം. നിന്നെ ഇവിടെ എത്തിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ വഴിക്ക് തന്നെ കൊണ്ടുവരാനും എനിക്ക് കഴിയുമടി. മോളെ, കുഞ്ഞിനുള്ള പാല് ഞാൻ കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇന്ദ്രൻ ഇന്ന് വരുവോ? സത്യ അവൻ വിളിച്ചിരുന്നോ? അറിയില്ല, അമ്മയെ കാണാൻ പോയതല്ലേ. ഇനിയിപ്പോ എപ്പോ വരും ആർക്കറിയാം. എന്നാലും ഇന്ദ്രൻ ഈ കാണിക്കുന്നത് ശരിയല്ല. അനു ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളെ ഇവിടെ തനിച്ചാക്കി മാറി നിൽക്കുന്നത് ശരിയാണോ? ഞാൻ എന്ത് ചെയ്യാനാ ഭാനുമ്മേ? അമ്മയെ കാണാൻ പോകുന്ന കാര്യത്തില് ഞാൻ എന്തെങ്കിലും പറഞ്ഞാ ഏട്ടനത് ഇഷ്ടമാവില്ല. അമ്മയെ സ്നേഹിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഭാര്യയ്ക്ക് അവൾ അർഹിക്കുന്ന സ്ഥാനം കൊടുക്കണ്ടേ? എനിക്ക് തോന്നുന്നത് ഇന്ദ്രനാ പഴയ ഇന്ദ്രനാവൂന്നാ. അമ്മയെ പിരിഞ്ഞിരിക്കുന്നതില് ഇന്ദ്രേട്ടന് നല്ല വിഷമമുണ്ട്. അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അത് ശരിയാ. അതാണല്ലോ നിങ്ങളുടെ അമ്മ മുതലെടുക്കുന്നത്. ഞാൻ ഒരുപാട് അമ്മമാരെ മക്കളെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊന്നിനെ കണ്ടിട്ടില്ല. അതെ ഭാനുമ്മേ, എനിക്കും ആ പേടിയുണ്ട്. കുറച്ചു നാളായി ഇന്ദ്രനൊന്ന് മാറി വന്നതാ. ഏട്ടത്തെയും വിച്ചുമോനെയും പരിഗണിക്കാനും തുടങ്ങിയിരുന്നു. ഇപ്പൊ വീണ്ടും പഴയപടി ആയൊന്നൊരു സംശയം. ഇന്ദ്രേട്ടൻ ഇനി അങ്ങനെ ആയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതും ശരിയാ. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഇരിക്കു പ്രതിഭേ. മോൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഇനി അഥവാ വേണമെങ്കിൽ തന്നെ എനിക്കെടുത്ത് കുടിക്കാവുന്നല്ലേ ഉള്ളൂ. അതെ, അല്ലെങ്കിൽ ഇപ്പോ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് നീയും കൂടിയല്ലേ. അല്ല, ഈ സത്യൻ സാർ എന്താ ഒന്നും മിണ്ടാത്തെ? ഇങ്ങനെയാണെങ്കിലേ ശമ്പളം എനിക്ക് അഡ്വാൻസ് ആയിട്ട് തരേണ്ടി വരും. അതിനെന്താ, ഒരു കുഴപ്പമില്ല. ഇനി ഏട്ടൻ വന്ന ഉടനെ ഓഫീസ് വന്ന് തുടങ്ങിക്കോ. അത് ഞാൻ വരാൻ തയ്യാറാണെന്ന് പറഞ്ഞല്ലേ. ആ, പ്രതിഭ അവിടെ ഉണ്ടെങ്കിൽ അത് സത്യനെ ഇന്ദ്രേട്ടനും ഒരു ആശ്വാസം തന്നെയാ. പക്ഷേ എന്നെ വിലയില്ലാത്ത ആൾക്കാരും അവിടെ ഉണ്ട് എൻ ചേച്ചി. അതാരാ അങ്ങനെ ഒരു മണ്ടൻ? ആ, പറമോളെ. അതൊന്നും ഞാനായിട്ട് പറയുന്നില്ല ഭാനുമ്മേ. ആ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ശ്യാമിന് മറ്റു കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളായിട്ട് എന്തിനാ ഈ സൗഭാഗ്യം വേണ്ടെന്ന് വെക്കുന്നത്? ഇതിലൊക്കെ എന്തെങ്കിലും സത്യം ഉണ്ടെന്ന് ആർക്കറിയാം? ശ്യാമിനെ പോലെയും അവന്റെ അച്ഛനെ പോലെയും ലോക ഉടായ്പകള് വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? ആ, അത് സത്യമാ. പക്ഷെ ഈ കാര്യം ശരിയാണെന്നാ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്.
എനിക്കത്ര വിശ്വാസം പോരാ. അപ്പോഴത്തെ ലാഭത്തിന് വേണ്ടി എന്ത് കഥയും പറയാൻ ശ്യാമിനും അവന്റെ ആൾക്കാർക്ക് മടിയില്ലെന്ന് പല തവണയായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതല്ലേ. മോനെ, ഞാൻ പറഞ്ഞിട്ട് ഹർഷ അവരുമായിട്ട് സംസാരിച്ചു. അവളും പറഞ്ഞത് ഇത് സത്യം തന്നെയാണെന്നാ. അപ്പൊ പിന്നെ നമ്മളായിട്ട് എന്തിനാ സോനയ്ക്ക് കിട്ടാൻ പോകുന്നൊരു മഹാഭാഗ്യം നീട്ടിവെക്കുന്നത്? 1 2 അല്ല, 24 കോടിയാ. അതിന്റെ അവകാശിയെ സോനയുടെ മോളാ. അത് വേണ്ടാന്ന് വെക്കരുതെന്നാ ഹർഷയും പറയുന്നത്. അതൊക്കെ ശരിയാ, പക്ഷേ എനിക്കെന്തോ. നീ പഴയതൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ടാ. തൽക്കാലം പഴയതൊക്കെ നമുക്ക് അങ്ങോട്ട് മറക്കാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വേറൊരു വിവാഹത്തിന് സോന ഒരിക്കലും തയ്യാറാവില്ല. ഇപ്പൊ കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ സോനയുടെ മനസ്സ് മാറും. എന്തൊക്കെയായാലും അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ തന്നെയല്ലേ. എല്ലാം അമ്മയുടെ തീരുമാനം പോലെ നടക്കട്ടെ. അമ്മ എന്ത് തീരുമാനിച്ചാലും അതിൻ്റെ ഒപ്പം ഞാനും ഉണ്ടാവും. അത് മതി. നീ ഒപ്പം ഉണ്ടെങ്കിൽ അത് എനിക്കൊരു ധൈര്യമാ. ബാക്കി അവര് നോക്കിക്കോളും. ആ, പിന്നെ ഒരു പ്രധാന കാര്യം കൂടി ഉണ്ട്. എന്താ അത്? അത് ഓഫീസിൽ നിന്ന് രവിയെ മാറ്റിയാൽ പ്രതിഭയെ അവിടെ നിർത്താൻ സമ്മതിക്കാമെന്ന് സത്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന്? അല്ല, അമ്മ ഹർഷയോട് സംസാരിച്ച് രവിയെ ഓഫീസിൽ നിന്ന് മാറ്റണം. നടക്കില്ല ഇന്ദ്ര. ഞാൻ ഈ നന്ദികേടിനെ സമ്മതിക്കില്ല. അമ്മേ, അത് പ്രതിഭ ഓഫീസിൽ വന്നാ പതിയെ സത്യനും പ്രതിഭയും തമ്മിലുള്ള അകൽച്ച കുറയും. അത് നമ്മുടെ സത്യനൊരു ജീവിതം ഉണ്ടാക്കും. അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ അതിനുവേണ്ടി ഹർഷയെ മാറ്റി നിർത്താൻ പറ്റില്ല. ഓ, നിനക്കിതിങ്ങനെ പറയാൻ തോന്നിയടാ. എന്തുമാത്രം സഹായമാടാ ഹർഷ നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നേ? എന്നിട്ട് അവളെ വേദനിപ്പിക്കാനോ? സത്യന്റെ ജീവിതം നമുക്ക് പ്രധാനമല്ല അമ്മേ. അവനും ഒരു ജീവിതം വേണ്ടേ? സത്യന് രവിയെ ഓഫീസിൽ നിർത്തിയിരിക്കുന്നതിനോട് ഇപ്പോഴും യോജിക്കാൻ പറ്റിയിട്ടില്ല. നീ ഇനി എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഈ കാര്യത്തിൽ എന്റെ തീരുമാനം മാറില്ല. ഹർഷയെ ഞാൻ വിഷമിപ്പിക്കില്ല. എനിക്ക് ഉറപ്പാ ഹർഷ നമ്മുടെ കുടുംബത്തിന് നല്ലത് മാത്രമേ ചെയ്യൂ. അങ്ങനെയുള്ളവളെ അകറ്റി നിർത്തുകയല്ല, ചേർത്ത് നിർത്തുകയാ വേണ്ടത്. അല്ല, നിങ്ങളോട് ആരും എവിടെ കയറി ഇരിക്കാൻ പറഞ്ഞേ? പറയേണ്ടവര് പറഞ്ഞിട്ടുണ്ടെന്ന് കൂട്ടിക്കോ. ആ, സത്യം വാ, വന്നിരിക്കെ. മതിയുടെ നിന്റെ ഷോ. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ. അത് പറയാൻ നിനക്കെന്താ സത്യ അവകാശം? എന്റെ സ്ഥാപനത്തിൽ വലിഞ്ഞു കയറിയിരുന്ന് എന്നോട് ചോദ്യം ചോദിക്കുന്നോ? നിന്റെ സ്ഥാപനോ? ഇതേ ഇന്ദ്രന്റെ. ഇന്ദ്രന്റെ സ്ഥാപനത്തിൽ എനിക്ക് അധികാരം ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. ഇതിനുള്ള മറുപടി നാവ് കൊണ്ടല്ല, കൈ കൊണ്ടാ.